ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അദ്ദർസുൽ ഹാദി അഷർ, യൂസുഫ് അലൈഹിസ്സലാം, ഭാഗം 1 അല്ലേ? ആവർത്തനാണ്, പെട്ടെന്ന് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, ഇനി നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി അല്ലേ? അബൂഹു യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഉപ്പാൻ്റെ പേര് യാക്കൂബ് അലൈഹി സ്വലാം. ഓ ഉമ്മുഹു റാഹീൽ, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മാൻ്റെ പേര് റാഹീൽ. കാന അഹബ്ബ ഇലാ അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു യൂസുഫ് അലൈഹി സ്വലാം. ഫഹസദഹു ഇഖ്വതു, അത് കാരണം തൻ്റെ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തോട് അസൂയയായി. ഫയൗമൻ, അങ്ങനെ ഒരു ദിവസം, ദഹബൂ ബിഹി, അവർ തന്ത്രത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുപോയി ഇലൽ മർഅ, മേച്ചിൽ സ്ഥലത്തേക്ക്, ആട് മേക്കുന്ന സ്ഥലത്തേക്ക്. ഫൽ കൗഹു ഫി വയാബത്തിൽ ജുബ്ബി, അങ്ങനെ അവർ അദ്ദേഹത്തെ ഒരു ആഴക്കിണറിൽ ഇടുകയും ഫൗഹ അല്ലാഹു ഇലൈഹി, അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന്, യൂസുഫ് നബി അലൈഹി സ്വലാമിന് വഹി നൽകി. ഇതാണ് മറ്റു ചോദ്യം. എന്താ ചോദ്യം? അന്നഹു ലാ ബുദ്ദ ലക മിൻ ഫറജിൻ വ മഖ്റജിൻ മിൻ ഹാദിഹി ശിദ്ദ. എന്താണ് അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി സ്വലാമിന് കിണറ്റിൽ വെച്ച് വഹി നൽകിയത്? ലാ ബുദ്ദ അന്നഹു ലാ ബുദ്ദ ലക മിൻ ഫറജിൻ വ മഖ്റജിൻ മിൻ ഹാദിഹി ശിദ്ദത്തി, ഈ വിഷമത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടൽ അനിവാര്യമാണ്. അത് കൂടാതെ നിർബന്ധമാണ്. അതായത് എന്തായാലും രക്ഷപ്പെടും, ഏതായാലും രക്ഷപ്പെടും. ഇതിൽ നിന്ന് ഒരു തുറവടി, ഒരു രക്ഷാമാർഗം താങ്കൾക്കുണ്ട് എന്ന് അല്ലാഹു തആല വഹി നൽകി. വഖാലൂ ലി അബീഹിം, അങ്ങനെ അവർ തങ്ങളുടെ പിതാവിനോട്, യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട്, യൂസുഫ് നബിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, അക്കലഹു ദീബ്, അവനെ ചെന്നായ തിന്നു. എന്താ അവർ പറഞ്ഞത്? അക്കലഹു ദീബ്, സത്യമാണല്ലോ അല്ലേ? വജലസ യൂസുഫു അലൈഹിസ്സലാം എന്തദറു ലുത്ഫ് അല്ലാഹി, അള്ളാഹുവിൻ്റെ ലുത്ഫ്, കൃപ, കാരുണ്യം, അള്ളാഹു തആലയുടെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ കിണറ്റിൽ ഇരുന്നു. ഫജാഅത്ത് സയ്യാറത്തുൻ, അങ്ങനെ ഒരു സംഘം വന്നു, യാത്രാ സംഘം വന്നു. ഫാദില വാരിദ് ഹുംദൽ, അതിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ആൾ എന്ത് ചെയ്തു? ബക്കറ്റ് താഴ്ത്തി അല്ലേ? എവിടെ? ഇലൽ ജുബ്ബി, കിണറ്റിലേക്ക്. ഫതഅല്ലഖ ബിഹി യൂസുഫ് അലൈഹി സ്വലാം, അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ബക്കറ്റ് പിടിച്ചു. എന്ത് ചെയ്തു? ഫഅഖ്റജഹു, അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പുറത്തെടുത്തു. വഅലിം ബിദാലിക ഇഖ്വത്ത് യൂസുഫ, ഈ വിവരം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ അറിയുകയും, വഖാലു, അവർ പറഞ്ഞു, ഹാദാ ഗുലാമുന, ഇത് ഞങ്ങളുടെ അടിമയാണ്, അബക്ക മിന്ന, ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതാണ്. അങ്ങനെ ഫഷ്തറൗഹു, അവർ വാങ്ങി, മിൻഹും, അവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങളിൽ നിന്ന് ആ കച്ചവട സംഘം, യാത്രക്കാർ ഒളിച്ചോടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒളിച്ചോടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് വാങ്ങി. എത്രക്കാണ് വാങ്ങി? ബിഇശ്രീന ദിർഹമൻ, എത്ര? ബിക്കം ദിർഹമൻ, ബിഇശ്രീന ദിർഹമൻ. എന്നിട്ട് അവരെന്ത് ചെയ്തു? 20 ദിർഹം അവരെന്ത് ചെയ്തു? ഇഖ്തസമൂഹു, അവരത് ഓഹരി ചെയ്തെടുത്തു, വിധിച്ചെടുത്തു. വബാഉഹു, അദ്ദേഹത്തെ വിറ്റു. ബിമിസ്ര, ഒരു ചോദ്യം ഇതാണ്, മിസ്രിൽ വെച്ച് അദ്ദേഹത്തെ അവർ വിറ്റു, ആ സയ്യാറത്ത് വിറ്റു. ആർക്കാ വിറ്റ്? ലിൽ അസീസി, ആരാണ് അസീസ്? ലിൽ അസീസി വഹു വസീറു മിസ്ര, മിസ്രിലെ വസീറായിട്ടുള്ള അസീസിന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ സയ്യാറത്ത് വിറ്റു. വഖാല ലിസൗജത്തിഹി, ഇതൊരു ചോദ്യമാണ് കേട്ടോ. എന്താണ് അസീസ് തൻ്റെ സൗജത്തിനോട് എന്താ പറഞ്ഞത്? അക്രിമി മസ്വാഹു അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ, അവൻ്റെ അഭയസ്ഥാനം, നീ അവൻ്റെ ഇവിടുത്തെ താമസം നീ എന്ത് ചെയ്യുക? അവനെ ആദരിക്കുക. അസാ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ, ഒരിക്കൽ അവൻ നമുക്ക് ഉപകരിച്ചേക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവനെ ദത്തുപുത്രനാക്കാം.
ഫലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് പ്രായപൂർത്തിയൊക്കെ ആയി യൗവനം ഒക്കെ ആകുന്ന സമയത്ത് അല്ലാഹു തആല ഹുക്മും ഇൽമും തത്വജ്ഞാനവും അല്ലേ അറിവും ഒക്കെ നൽകി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ആതാഹുല്ലാഹു ഹുക്മൻ വ ഇൽമ ഫലമ്മ ബലഗ അശുദ്ധഹു ആതാഹുല്ലാഹു ഹുക്മൻ വ ഇൽമ വറാവദത്തുഹു സുലൈഖ ബീവി അതായത് സൗജത്തുൽ അസീസിൻ്റെ സൗജത്ത് അൻ നഫ്സി അദ്ദേഹത്തിൽ ആകൃഷ്ടയായി അല്ലേ. ഫഅറളൻഹ അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ തൊട്ട് തിരിഞ്ഞു കളയുകയും ഫഗല്ലഖത്തിൽ അബ്വാബ അങ്ങനെ അവർ വാതിലുകൾ അടക്കുകയും കാലത്ത് എന്നിട്ട് പറഞ്ഞു ഹലുമ്മ തആൽ അല്ലേ വരാൻ പറഞ്ഞു. കാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു മഅദല്ലാഹ് ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഫഅഖ്ബലത് അലൈഹി അങ്ങനെ അവർക്ക് നേരെ ചെന്ന സമയത്ത് ഫഫറ യൂസുഫ് അലൈഹി സ്വലാം ഇൽ ബാബി വാതിലിൻ്റെ അരികിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാം ഓടുകയും വഫറത്ത് ഖൽഫഹു പുറകിൽ സുലൈഖ ബീവിയും ഓടി വഅഖദ് ഖമീസഹു അദ്ദേഹത്തിൻ്റെ ഖമീസ് പിടിക്കുകയും വജദബത്തുഹു എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു അല്ലേ. ഫശുക്ക അങ്ങനെ കുപ്പായം ഖമീസ് കീറി. വവജദ ലദൽ ബാബി വവജദ ഇൻദൽ ബാബി ലദൽ ബാബി എന്ന് പറഞ്ഞാൽ ഇൻദൽ ബാബി വാതിലിൻ്റെ അടുക്കൽ അവർ രണ്ടുപേരും കണ്ടു. ആരെ കണ്ടു? സൗജഹ സുലൈഖ ബീവിയുടെ ഭർത്താവിനെ കണ്ടു, അസീസിനെ കണ്ടു. ഫഖാലത്ത് അപ്പോൾ പറഞ്ഞു, ഇതൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ കണ്ടപ്പോൾ എന്താണ് സുലൈഖ ബീവി എന്താ പറഞ്ഞത്? ഭർത്താവിനെ കണ്ട മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന വഅദാബുൻ അലീം. മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂഅൻ താങ്കളുടെ കുടുംബത്തോട് മോശമായി പെരുമാറിയവനുള്ള പ്രതിഫലം എന്താണ്? ഇല്ലാ അൻ യുസ്ജന അവനെ ജയിലടക്കലല്ലാതെ ഔ അദാബുൻ അലീം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അല്ലേ. വഖാല യൂസുഫ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു ഹിയ റാവദത്നി അൻ നഫ്സി എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചതാണ് അല്ലേ. ഫലമ്മ റഅ സൗജുഹ അപ്പോൾ അസീസ് കണ്ടപ്പോൾ ഖമീസഹു യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖമീസ് കണ്ടു. ഖുദ്ദ മിൻ ദുബുരിൻ അല്ലേ ഷുക്ക മിൻ ദുബുരിൻ പുറകു വശത്താണ് കീറിയിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ കാല അസീസ് പറഞ്ഞു ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം അത് അവരുടെ ചതിപ്രയോഗങ്ങളിൽപ്പെട്ടതാണ്. അവരുടെ ചതികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. യൂസുഫ് അലൈഹിസ്സലാമിനോട് അദ്ദേഹം പറഞ്ഞു ആയിരുന്നാൻ ഇത് മുട്ടേക്ക് പ്രശ്നമാക്കണ്ട എന്നാണ്. പിന്നെയോ സുലൈഖ ബീവിയോട് എന്താ പറഞ്ഞത് ഭർത്താവ്? വസ്തഗ്ഫിരി ലി ദംബിക്ക് നീ ചെയ്ത തെറ്റിന് നീ പൊറുക്കലിനെ തേടണം, പാപമോചനം നടത്തണം. കാലത്ത് നിസ്വത്തും ഫിൽ മദീനത്തി പട്ടണത്തിലെ സ്ത്രീകൾ പറഞ്ഞു ഇമ്രാത്തുൽ അസീസ് തുറാവിദു ഫത്താഹാൻ നഫ്സി രാജാവിൻ അസീസിൻ്റെ ഭാര്യ അവളുടെ അടിമയെ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്താൻ തുടങ്ങി അല്ലേ. ഇനി ബാക്കി അടുത്ത പേജിൽ